നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്ന് ന്യൂ മൂൺ ആണ്, അമാവാസിയാണ്. സോ ഞാൻ എന്തായാലും ഇപ്പോൾ ഈ നേരത്തായാലും സ്ഥല റീഡിങ് ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, കാലത്ത് സമയം കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഫുൾ മൂൺ എനർജീസ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ എന്ത് കൊണ്ടുവരും, എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോറി, ഫുൾ മൂൺ എന്നാ പറഞ്ഞത് ഞാൻ, സോറി കേട്ടോ, ന്യൂ മൂൺ അല്ലേ? ന്യൂ മൂൺ, അമാവാസി, എന്താ ഞാൻ മറന്നു. ഓക്കെ, എന്തായാലും അമാവാസിയാണെന്ന്. ഓക്കെ, സോ അമാവാസിയുടെ എനർജി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഈ വരുന്ന അടുത്ത 15 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ഇതായിരിക്കും. ഓക്കെ, അടുത്ത ഫുൾ മൂൺ വരെയുള്ള ആ ഒരു ഗ്യാപ്പിലായിരിക്കും. എപ്പോൾ നിങ്ങൾ കാണുന്നു അപ്പോൾ തൊട്ട് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ന്യൂ മൂണിൻ്റെ സമയത്താണെങ്കിൽ സ്പെഷ്യലി ആ ന്യൂ മൂൺ തൊട്ട് അടുത്ത ഫുൾ മൂൺ വരെയുള്ള എനർജീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അമാവാസിയുടെ എനർജി നിങ്ങൾക്ക് എന്താണ് നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. കിങ് ഓഫ് വാൻസ് എനർജി, ഫോർ ഓഫ് പെന്റിക്കിൾ, ഹാങ്മാൻ, 5 ഓഫ് വാൻസ്, 8 ഓഫ് സോർഡ്സ്. കുറച്ച് ലോങ് റീഡിങ് പോലെ എടുക്കും, നോർമൽ എടുക്കുന്ന പോലെ കുറച്ചൊന്ന് നീട്ടാന്ന് വിചാരിച്ചു. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, 3 ഓഫ് കപ്സ്, കുറേ ആയി ലോങ് ചെയ്തിട്ട്. ഓക്കെ, 6 ഓഫ് കപ്സ്, എംപ്രസ് ആൻഡ് സൺ കാർഡ്. ഓക്കെ, ബോട്ടം എനർജി, ഹൈ പ്രീസ്റ്റസ്. ഒന്ന് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം ഇത് കാണിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഹിഡൺ ആയിട്ടുള്ള ഒരു ഹിഡൺ എനർജി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ചില സീക്രട്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ചില സീക്രട്സിനെ കുറിച്ചായിരിക്കാം ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ആവാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നമ്മൾ പറയില്ലേ മനസ്സിലാവാം. നമ്മൾ ഒന്നും നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവാൻ തുടങ്ങാം. ആരും പറഞ്ഞില്ലെങ്കിലും കേട്ടില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ഓക്കെ, നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അതിനെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. ആ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ വർദ്ധിക്കുന്നതായിരിക്കാം. ഓക്കെ, ചില സീക്രട്സ് നിങ്ങൾ അറിയുന്ന കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ തന്നെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ചില ഐഡിയാസ് ഉണ്ട്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പാഷനേറ്റ് ആണ് നിങ്ങൾ, എന്തോ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലുണ്ട്. പക്ഷേ ഇവിടെ ഹോൾഡ് ബാക്ക് ആണ് എനിക്ക് കാണുന്നത്. പക്ഷെ നിങ്ങളത് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. ഓക്കെ, നിങ്ങൾക്കൊരു പേടി പോലെയാണ്, നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ് ആയിരിക്കാം. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം. നിങ്ങളെ തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ടാലൻ്റ് ആയാലും ശരി, എന്തെങ്കിലും ടാലൻസിൻ്റെ കാര്യമായാലും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന എന്ത് ചെയ്യാനായാലും എന്തൊരു ജോലിയിലായാലും തന്നെ ഓക്കെ, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ മറ്റുള്ളവരോടുകൂടി എല്ലാവരും കൂടി ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എല്ലാം വളരെ ലൈക്ക് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ അത് ഹോൾഡ് ബാക്ക് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്നിങ്ങനെ പിടിച്ച് ബാക്കിലേക്ക് വെക്കുന്ന പോലെ. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലെ പേടികളാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ മേ ബി നിങ്ങൾ പണം പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കാം. മേ ബി നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കാം. അതായത് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ മേ ബി നമുക്ക് പണം നഷ്ടം വന്നാലോ അല്ലെങ്കിൽ ഉള്ളത് കൂടി പോയാലോ എന്നുള്ളൊരു പേടി വരില്ലേ. സോ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ സ്പെൻഡിങ്ങിനെ പേടിച്ചിട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ചിന്തയായിരിക്കും. ഞാനതിൽ ചെയ്യണോ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട്, പക്ഷെ അത് ഐഡിയാസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ. ഐഡിയാസ് എന്ന് പറയുമ്പോൾ ഇതിവിടെ നിങ്ങൾ കരിയർ, ജോലി, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ, പഠിക്കാനായാലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും ശരി, ഏതിലും നമ്മൾ കൊടുക്കുന്ന സമയം, നമ്മുടെ ഒരു എഫേർട്ട് എന്ത് തന്നെ ആയാലും അതിനെയാണ് നമ്മളിവിടെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ, ഓക്കെ കഴിവുകൾ, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വയം ഓക്കെ, അത് പേടി കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ശരിക്കും പല കഴിവും നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ കാർഡിൽ അതാ പറയുന്നത്. നിങ്ങൾക്കെല്ലാം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ അതിനെല്ലാം ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന പോലെയാണ്, പേടി കൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ അഗൈൻ കാർഡ് കണക്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ സ്റ്റക്കായിട്ട് നിങ്ങൾ സ്വയം പക്ഷെ ചെയ്യുന്നതാണ്. ഓക്കെ, വേറെ ആരും നിങ്ങളെ തടയുന്നതല്ല. ഇത് പുറമേ നിന്ന് ആരെങ്കിലും തടയുന്ന കാര്യമില്ല. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇവിടെ നിങ്ങളുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ തടസ്സമാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ ഫിയേഴ്സ്
നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ, പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നില്ല എന്നാലോചിച്ചാൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്റേണൽ ആണ്, നിങ്ങൾ സ്വയമാണ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പുറത്തുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, ആരെങ്കിലും നിങ്ങളെ എതിർക്കുന്നതായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നുണ്ടാവാം. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും എപ്പോഴും, അല്ലേ? എല്ലാവരും ഒരേപോലെ ചിന്തിക്കില്ല. സോ മേ ബി ഇവിടെ നിങ്ങളുടെ ലൈഫിൽ മേ ബി നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ചേർന്ന് എന്തെങ്കിലും ചെയ്യുന്ന കാര്യം, അതിപ്പോൾ ഒരാളാവാൻ 5 പേര് തന്നെ ആവണമെന്നില്ല. ഇതിൽ 5 പേരൊക്കെയാണ്, ബട്ട് 5 മേ ബി ഒരാളായിരിക്കാം, ഒന്നിൽ കൂടുതലായിരിക്കാം. ഫാമിലി ചിലപ്പോൾ എതിർക്കുന്നുണ്ടാവാം നിങ്ങളുടെ നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ മേ ബി ഫാമിലി പറയുന്നുണ്ടാവും, പറ്റില്ല എന്ന് പറയുന്നുണ്ടാവും. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, അല്ല അപ്പോൾ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, ഓക്കെ, അവരും എല്ലാവർക്കും ഓരോരോ ഒപ്പീനിയൻ ആയിരിക്കും. ഓഫീസിലാണെങ്കിലും ശരി, ജോലി സ്ഥലത്താണെങ്കിലും ശരി, മേ ബി നിങ്ങളിപ്പോൾ മറ്റുള്ളവരായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, കുറച്ചൊരു ക്ലാഷസ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന രീതിക്കാണ്. ഓക്കെ, ഇവിടെ പറയുന്ന വലിയ മേജർ എന്ന രീതിയിലല്ല, എന്നാലും നമ്മൾ പറയില്ലേ ഒരു സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓവറോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഇതൊക്കെ കാരണം നിങ്ങൾക്ക് തോന്നുന്ന പുറത്തുള്ള കാര്യങ്ങളാണ് എന്നാണ്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്വയമാണ് ഇവിടെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുന്നത്. നിങ്ങളാണ് അവനവനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്, വേറെ ആരുമല്ല. ഓക്കെ, ഇവിടെ 8 ഓഫ് സോർട്സും ഉണ്ട്. നിങ്ങളുടെ പേടികളാണ്, നിങ്ങളുടെ മനസ്സിന്റെ പേടികളാണ്. ഇവിടെ ഇതിനെ കാർഡിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 8 ഓഫ് സോർട്സ് നമ്മൾ ഇങ്ങനെ കെട്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇതിൽ എന്താ നമ്മൾ നിങ്ങൾ കാർഡ് പഠിച്ചോളൂ, നോ ഇഷ്യൂസ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് കൂടി കുറച്ചുകൂടി രസം ഉണ്ടാവും. കേസ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ കൈ കെട്ടിയിട്ടുണ്ട്, കണ്ണ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കാല് ഓപ്പൺ ആണ്, ഇയാൾക്ക് നടന്ന് പോവാം അവിടുന്ന് എങ്ങനെയെങ്കിലും, കുറച്ച് മെല്ലെ മെല്ലെ ആയാലും ഇവർക്ക് നടന്ന് അവിടുന്ന് പുറത്ത് വരാം. അതുപോലെ സോഡ്സ് ഇവിടെ ചുറ്റുമുണ്ട്, പക്ഷെ ഇവിടെ ഫ്രണ്ടിലില്ല. ഓക്കെ, ഇവർക്ക് ഇങ്ങനെ മുന്നോട്ട് നടന്നാൽ വരാവുന്നതേ ഉള്ളൂ, ഒന്ന് ശ്രമിച്ചാൽ. ഓക്കെ, അവർക്ക് അവിടുന്ന് നടന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും എന്നാണ്. ഓക്കെ, പിന്നെ അങ്ങനെ നടന്ന് എവിടെയെങ്കിലും എത്തി ആരെങ്കിലും ഒരു സഹായം ചോദിച്ച് നമുക്ക് ഈ കണ്ണിൻ്റെ കെട്ടൊക്കെ ഇതൊക്കെ ഒന്ന് അഴിപ്പിക്കാം അല്ലേ. അതവർ ശ്രമിക്കുന്നില്ല. പക്ഷെ സ്വയം, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, കണ്ണടച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് വഴിയില്ല എന്നൊക്കെ തോന്നില്ലേ, ആ ഒരു രീതിയിലാണ് ഇവിടെ. സോ അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ വഴിയുണ്ട്, പക്ഷെ അവരത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അവർക്ക് നടക്കാൻ ശ്രമിക്കുന്നില്ല, സ്വയം ശ്രമിക്കാതെയാണ്. ഇവിടെ നിങ്ങളുടെ അതാ ഞാൻ പറയുന്നത്, നിങ്ങളുടെ കഴിവുകളെ നിങ്ങളായിട്ട് തന്നെ അടക്കി വെക്കുകയാണ്. ഓക്കെ, നിങ്ങൾ തന്നെ സ്വയം സ്റ്റക്കാക്കി നിർത്തുകയാണ്. ഓക്കെ, ബട്ട് ഇവിടെ ഈ ഒരു സ്റ്റക്ക് പീരീഡ് ഒരു കണക്കിന് നല്ലതാണ്. ഇങ്ങനെ ഈ പെട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കണക്കിന് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറ്റാനുള്ള സമയമാണ്, നിങ്ങൾ കുറേ റിയലൈസേഷൻ വരുന്ന സമയമാണ്. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ എതിർക്കുന്നൊക്കെ ഉണ്ടെങ്കിലും, ഓക്കെ, മേ ബി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള സമയമായിരിക്കാം. ഓക്കെ, ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, ആരാ ഇല്ലാത്തത്, ആരാ നിങ്ങളെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു സമയമായിരിക്കാം. അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് നല്ലത്, ഇങ്ങനെ ഞാൻ പെട്ട് നിൽക്കണോ, ചില സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് പുറത്തു പോകാൻ പറ്റുമോ, എനിക്ക് ഇതിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയം. അത് നിങ്ങൾക്ക് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് അത് കാണിച്ചു തരുന്ന ഒരു കാരണം നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ പെട്ട് നിൽക്കുമ്പോൾ അവസാനം നമുക്ക് ഒരു മടുത്തിട്ടായാലും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും, ഇല്ല ഇനി ഇത് മതി എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ മൈൻഡ് തന്നെയാണ് നിങ്ങളുടെ ബ്ലോക്കേജ്. ഒരിക്കലും നമ്മൾ പുറത്തുള്ള ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റില്ല, അവർ തടയും, മറ്റുള്ളവർ തടയും, എതിർക്കും. അതെല്ലാവരും ഒരുപോലെ ഇരിക്കില്ല എന്തായാലും. പക്ഷെ നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ എന്താ നല്ലത് അത് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, സോ ഐ തിങ്ക് ഈ ന്യൂ മൂൺ മേ ബി നിങ്ങൾക്ക് ഈ ഒരു റിയലൈസേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കാം. ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മേ ബി നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും, സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ തുടങ്ങും. ഞാനിവിടെ നിന്ന് എന്തെങ്കിലും ജോലിയിലാണെങ്കിൽ ആ ജോലിയിൽ എനിക്ക് നല്ലതാണോ, എനിക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടോ, എനിക്ക് വളർച്ചയുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എൻ്റെ വളർച്ചയ്ക്ക് അവർ നല്ലതാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ. എന്ന് വെച്ചാൽ ഫാമിലി ഒന്നും അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് എന്താ പറയുക വിട്ടുകളഞ്ഞ് ഓടുകയൊന്നുമില്ല, അങ്ങനെയല്ല. വിട്ടുന്നാലും ചില മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായിരിക്കും. എനിക്ക് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ഓഫർ വരുന്നുണ്ട്. ഓക്കെ, നല്ല ഓഫർ എന്ന് പറയുമ്പോൾ ഇത് ഏത് കാര്യത്തിലും ആവാം. ഇറ്റ് ക്യാൻ ബി ഒരു കരിയറിലായിരിക്കാം, ജോലിയുടെ ഓഫർ ആയിരിക്കാം, പഠിക്കാനായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനുള്ളതായിരിക്കാം. ഒരു ന്യൂസ് വരുന്നുണ്ട്, ഒരു മെസ്സേജ് വരുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജാണ്, നല്ല ന്യൂസാണ് വരുന്നത്. ഓക്കെ, നല്ല ന്യൂസ്, ഒരു ഗുഡ് ന്യൂസാണ് വരുന്നത്, ഒരു ഓഫറാണ് വരുന്നത്. എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായാലും ശരി, ഓക്കെ, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ശരി. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഇത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓഫർ ആയിരിക്കും. ഇപ്പോൾ ജോലിയുടെ ഓഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, ആ ജോലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഓക്കെ, അല്ല ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരികയാണ്. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈവൻ ജസ്റ്റ് ഒരു
പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത്. ഓക്കെ, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അവരുടെ ഓഫർ ജെനുവിൻ ആയിരിക്കും. ആരായാലും ശരി, ഇപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കാൻ വരുന്നു, എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളെ ഒന്ന് സഹായിക്കാനായിരിക്കും വരുന്നുണ്ടെങ്കിൽ അവർ ജെനുവിൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം ഏതാ ജെനുവിൻ ഏതാ അല്ല എന്നുള്ളത്. ഓക്കെ, കാരണം ലൈഫിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. സോ സൂക്ഷിച്ചിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ഐ തിങ്ക് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും ഏതാ നല്ലത് ഏതാ അല്ലാത്തത്. ഓക്കെ, സോ യെസ്, ഒരു ഓഫർ വരുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും. സോ ഐ തിങ്ക് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് ഫൈനലി നിങ്ങളെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ, കാര്യം ഇവിടെ മുഴുവൻ പോസിറ്റീവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഇതിൽ നിന്ന് ഈ ഒരു പീരിയഡ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ സമയം നിങ്ങളിങ്ങനെ ഒരു ആകെ എനിക്കൊന്നും നടക്കുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്, ആകെ എല്ലാം പ്രശ്നങ്ങൾ മാത്രമാണ്. ഇത് ചിലപ്പോൾ ഔട്ട്സൈഡ് പ്രോബ്ലംസും ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു വ്യക്തികൾ തന്നെ ആവണമെന്നില്ല, ലൈഫിലെ പ്രോബ്ലംസ് എന്ന രീതിക്കും ആവാം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അതിനൊക്കെ നിങ്ങൾക്ക് എല്ലാം ചേർത്ത് നിന്ന് അവസാനം തോന്നുന്നുണ്ടാവും എൻ്റെ ലൈഫിൽ എനിക്ക് ഇതന്നെയാണോ പണി, എനിക്കിത് മാത്രമാണോ എനിക്ക് വെച്ചിട്ടുള്ളതെന്ന് ആലോചിക്കുന്നുണ്ടാവും. എനിക്ക് എല്ലാം ഇങ്ങനെ എപ്പോൾ നോക്കിയാലും സ്ട്രഗിൾ ആണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ. ഓക്കെ, സോ എന്തായാലും ഓവറോൾ ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ മേ ബി നമുക്ക് ന്യൂ മൂണിൻ്റെ ഇത് എനർജി കഴിയുമ്പോൾ ഒന്ന് എടുക്കാം. ഓക്കെ, ന്യൂ മൂണിൻ്റെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു നല്ല ഓഫറാണ്, സന്തോഷങ്ങളാണ്, സെലിബ്രേഷനാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേഷൻ, ഫാമിലിയുടെ കൂടെ സെലിബ്രേഷൻ, ലൈക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സമയങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, 3 of Cups പറയുമ്പോൾ നമ്മൾ വളരെ ഇവിടെ ഹാപ്പി ടൈമാണ് പറയാം. ഓക്കെ, സോ ഈ ഒരു പീരീഡ് നോക്കൂ, ഇവിടെ മുഴുവൻ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളായിരുന്നു, ബട്ട് ഇവിടെ മുഴുവൻ പോസിറ്റീവാണ്. ഓക്കെ, യെസ്, അഗെയിൻ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് കാണുന്നുണ്ട് എനിക്ക്. സോ മേ ബി ആരെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് എന്തെങ്കിലും, അതും ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പായിരിക്കും നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ഉണ്ടാവും. ഫ്രണ്ട്സ് മീൻസ് ചെറുപ്പം തൊട്ട് അറിയുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സും ആവാം, എനിക്ക് ബ്രദർ സിസ്റ്റർ ആരെങ്കിലും ഒക്കെ ആവാം, ചിലപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും, ഒന്നിൽ കൂടുതൽ വ്യക്തികളോ. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ മേ ബി ഓൾറെഡി ക്ലാഷസ് ഉള്ളവർ തമ്മിൽ ചിലപ്പോൾ ശരിയാവുന്നതായിരിക്കും, അങ്ങനെയാവാം. ഓക്കെ, എന്തായാലും ഇവിടെ ഓവറോൾ നിങ്ങൾക്ക് സെലിബ്രേഷനും സന്തോഷവും ഫ്രണ്ട്സുമായിട്ടുള്ള ടൈം എനിക്ക് കൂടുതൽ കാണുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഗ്രോത്താണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എംപ്രസ് ലെവലിലേക്ക് വരുന്നതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വളരെ അബൻഡൻ്റ് ആയിട്ടൊരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കുകയാണ് എന്നാണ്. അത് കഴിഞ്ഞ് സണ്ണും ഉണ്ട്. സോ നമ്മളിപ്പോൾ ഈ ന്യൂ മൂണാണ് പറയുന്നത്, അമാവാസിയാണ്. അമാവാസി എന്ന് പറയുമ്പോൾ ഇരുട്ടാണ് അല്ലേ, ഒന്നുമില്ല. അതിനുശേഷം അപ്പോൾ സൺ കാട് സോറി, അതിൽ ചിലത് കാണിക്കാൻ പാടില്ല ഇവിടെ, അതുകൊണ്ട് സൺ കാർഡ് നമ്മൾ വളരെ ബ്രൈറ്റ് ആയിട്ട്, ഹാപ്പി ആയിട്ട്, ഹോപ്പ്, പ്രതീക്ഷ, സന്തോഷങ്ങൾ, സെലിബ്രേഷൻ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. സോ അങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നു എന്നാണ് പറയുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങളിത് ലേഡി ആയിട്ട് മാത്രം എടുക്കരുത്. ഓക്കെ, ഇത് ജെൻസ് ആയാലും ശരി, നിങ്ങളുടെ ഒരു എനർജിയാണ് ഞാൻ പറഞ്ഞത്. ഒരു എംപ്രസ് എങ്ങനെയാണ്, എംപ്രസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു രാജ്ഞി എന്ന് വിളിക്കില്ലേ നമ്മൾ, പണ്ടത്തെ ക്ലിയോപെട്ര എന്താ പറയുക, ആ രീതിക്ക് ഒന്ന് ചിന്തിച്ച് നോക്കും. ഓക്കെ, ആ ലെവലിലേക്ക് എത്ര അബണ്ടൻറ്റ് ലൈഫായിരുന്നു അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു അല്ലേ, ലക്ഷറിയസ് ആയിട്ട് നല്ല ലൈഫ്, നല്ല വീട്, ഫാമിലി, കുട്ടികൾ, എല്ലാവരും സന്തോഷത്തിൽ, ഡ്രസ്സ്, കാറ്, ഹോം, വീട്, എന്ത് തന്നെയായാലും നിങ്ങൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാം നടക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ അത് കഴിഞ്ഞ് വന്നത് സണ്ണും കൂടിയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എന്താ പറയുക അമാവാസി കഴിയുമ്പോൾ മേ ബി അടുത്ത ഫുൾ മൂണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു 15 ദിവസത്തിൽ മാറ്റങ്ങൾ കാണും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് സോറി, നമ്മൾ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയും, ബട്ട് നിങ്ങൾ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കുക, നിങ്ങൾക്കൊരു ചേഞ്ചസ് എങ്കിലും കാണാൻ തുടങ്ങും തീർച്ചയായിട്ടും. ഓക്കെ, ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അത് മാറ്റങ്ങൾ വരുന്നത് പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിതിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ്. ഈ ഒരു പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, നിങ്ങളുടെ മനസ്സിലെ പേടികൾ, ഫിയേഴ്സ്, നിങ്ങളാണ് സ്ട്രെങ്ത് കൊണ്ടുവന്ന് ഇതിൽ നിന്ന് നടക്കേണ്ടത്, മുന്നോട്ട് നടക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ വരുന്നത്. സോ അതുകൂടി മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളിങ്ങനെ തന്നെ നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് എന്തെങ്കിലും പറ്റുമോ? നിങ്ങളിങ്ങനെ എല്ലാം എന്തെങ്കിലും റിസ്ക് എടുക്കാൻ പേടിച്ച്, എന്തെങ്കിലും ചെയ്യാൻ പേടിച്ച്, നിങ്ങൾ അങ്ങനെ മടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ പേടികൾ, ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി എന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും, ഞാൻ ചെയ്തിട്ട് ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ, നടന്നില്ലെങ്കിലോ, എന്നെ കുറ്റപ്പെടുത്തില്ലേ, അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കൽ എന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ റീഡിങ് കണ്ടിട്ട് പോയിട്ട് നിങ്ങൾ പിന്നെ വന്ന് പറയും ഇതൊന്നും നടന്നില്ല എന്ന് പറയാം. എന്തുകൊണ്ടാണ് നടക്കാത്തത് ആലോചിച്ച് നോക്കൂ. എനിക്ക് എന്ന് വെച്ചാൽ 15 ദിവസത്തിൽ നടക്കുമൊന്നുമല്ല ഞാൻ പറയുന്നത്, സമയമെടുക്കും. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഈ നൈറ്റ് ഓഫ് പെനിക്കൽസ് ആക്ച്വലി നമ്മൾ മെല്ലെ മെല്ലെ കാര്യങ്ങൾ നടക്കുന്ന പറയുക, സ്ലോ മൂവ്മെൻ്റ് ആണ്, പക്ഷേ സ്റ്റഡി ആയിട്ട്. സോ എന്താ വേണ്ടത്, നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഓരോ ദിവസമായിട്ട് നിങ്ങളെ തന്നെ മാറ്റിക്കൊണ്ടുവരാം. ഓരോ ദിവസവും പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു രാവിലെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ ലൈഫേ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആർക്കും സാധിക്കില്ല. ഓക്കെ, ദൈവത്തിന് സാധിക്കും, അത് വേറെ. പെട്ടെന്നാലും
ഓക്കെ ഓക്കെ. സോ ഓവറോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു എംപ്രസ് ലെവലും ഹാപ്പിനെസ്സും സന്തോഷവും എല്ലാം കിട്ടുന്നതായിട്ടാണ്. ഓക്കെ, ബട്ട് അത് എത്തണമെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് വേണം, മറക്കരുത്. ഓക്കെ, പക്ഷെ നല്ലതാണ് പറയുന്നത്, കണ്ടില്ലേ? കാർഡ്സ് പറയുന്നത് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും, നിങ്ങൾക്ക് എല്ലാ കഴിവുമുണ്ട്, നിങ്ങളത് യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് വന്ന കാർഡ് എന്താ? നിങ്ങളെക്കുറിച്ചാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ആസ് എ പേഴ്സൺ, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് നിങ്ങളിലുണ്ട്, എഴുതി നോക്കൂ. നിങ്ങളുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നിരുന്ന് എഴുതൂ. ഓക്കെ, പറയുമ്പോൾ ഞാൻ ന്യൂ മൂണിൻ്റെ റെമഡീസ് ഇത്തിരി ലേറ്റ് ആണ്, ഞാൻ പെട്ട് വയ്ക്കാം. രാത്രി പറ്റുന്നവർ ചെയ്തോളൂ, അല്ലെങ്കിൽ നാളെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നോ വറീസ്. 1-2 ദിവസത്തിനുള്ളിലായാലും നിങ്ങൾ എപ്പോൾ സൗകര്യം കിട്ടും അപ്പോൾ ചെയ്തോളൂ, വിരോധമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് എപ്പോഴായാലും അങ്ങനെ നമ്മൾ ഇന്ന സമയത്തേ ചെയ്യുള്ളൂ, ഫുൾ ന്യൂ മൂൺ സമയത്തേ ചെയ്യുള്ളൂ എന്ന് മാത്രമൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒന്നും നടക്കാതെ പോകുന്നത്. അതിനേക്കാളും നല്ല പറ്റുമ്പോൾ ചെയ്യൂ. ഓക്കെ, സോ ഇതിവിടെ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് എഴുതി നോക്കൂ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പോസിറ്റീവ് ക്വാളിറ്റീസ്. നെഗറ്റീവും എഴുതിക്കോളൂ, പക്ഷെ നെഗറ്റീവ് എഴുതുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊക്കെ നെഗറ്റീവ് എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവ് ആണോ എന്നുകൂടി ചിന്തിച്ച് നോക്കാം. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളെ അതും എഴുതി നോക്കിക്കോളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾ മാറ്റേണ്ടത്, എവിടെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ ഒന്നൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യൂ അത്. ഓക്കെ, എഴുതി നോക്കാം. ഇതൊക്കെ കൊണ്ട് ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കൂടി നടണം എന്ന് വിചാരിച്ചാൽ നടക്കും തോന്നല്ലേ. ഇതിപ്പോൾ അത്ര ലോങ്ങായി. ഇതന്നെ ഞാൻ ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും സമയമാവും. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് നാളെ ഇടാം. ഓക്കെ, ലെറ്റ്സ് സീ. മാസ്കുലൈൻ. ഇത് ആക്ച്വലി ഒരു ഡിവൈൻ മാസ്കുലൈൻ, ഇതൊരു മാസ്കുലൈൻ എനർജി, വളരെ സ്ട്രോങ് മാസ്കുലൈൻ എനർജി ആയിട്ട് എടുക്കാം നമുക്ക്. ലേഡീസ് ആയാലും ഓക്കെ, നിങ്ങളും ഇതുപോലെ ആവണം എന്നാണ് പറയുന്നത്, അല്ലാതെ ഇത് ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്നല്ല, ഇത് പെണ്ണുങ്ങൾക്ക് ലേഡീസിന് മാത്രമാണ് എന്നുമല്ല, അങ്ങനെ മനസ്സിലാക്കാം. Patience, okay, will, and balance, actually a bit nice, surrender and action. Yes, take action. ഈ കാർഡിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ്, ഇത് ആക്ഷൻ എടുക്കുന്ന കാർഡാണ്. ഓക്കെ, ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് കാണണ്ട നിങ്ങൾ. ആ കാർഡിൻ്റെ പിക്ചർ നിങ്ങൾ നോക്കണ്ട. ഇതിൻ്റെ മീനിങ്ങിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആക്ഷൻ എടുക്കണം എന്നാണ്. ഓക്കെ, ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണ്, പക്ഷെ ആക്ഷൻ എടുക്കാതെ നിങ്ങൾ തന്നെയാണ് അവനവനെ തടഞ്ഞിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ആക്ഷൻ, ടേക്ക് ആക്ഷൻ. നിങ്ങളിനി നോക്കി ഇരുന്നാൽ പോരാ. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത്, എന്ത് തന്നെ ആയാലും ശരി, എത്ര നിങ്ങൾ സ്വയം ആരെങ്കിലും ഒക്കെ നേരത്തെ പറയും എന്താ വല്ല വട്ടുണ്ടോ അതൊക്കെ ചെയ്യുന്ന ചോദിച്ചാൽ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയാൻ പഠിക്കൂ. അതാണ് ബോൾഡ്നെസ്. ഓക്കെ, എന്ന് വെച്ചാൽ ആരും എതിർക്കാനല്ല ഞാൻ പറയുന്നത്, അവരോട് പറയാം എനിക്ക് ശ്രമിച്ചു നോക്കാമല്ലോ എന്ന് പറയാം. കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഓക്കെ, അതൊക്കെ എത്ര തവണ നമ്മളൊക്കെ ശ്രമിച്ചിട്ടാണ് ഏതെങ്കിലും ഒന്നൊക്കെ ശരിയാവുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ, ഇല്ലാതെ പിന്നെ എങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓക്കെ, മാസ്കുലൈൻ കാണിക്കുന്നുണ്ട്. അതാ പറഞ്ഞാൽ നിങ്ങളുടെ പവർ കൊണ്ടുവരാം. മാസ്കുലൈൻ എങ്ങനെയാണ്? എനർജി എന്ന് പറയുമ്പോൾ ആക്ഷൻ എടുക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ മാസ്കുലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്ട്രെങ്ത്, നമ്മുടെ ഉള്ളിലെ ആ ബോൾഡ്നെസ്, ഒരു കറേജ് എന്നൊക്കെ പറയാം, ആക്ഷൻ എടുക്കാനുള്ള ഒരു കഴിവ്, അതൊക്കെയാണ് നമ്മൾ മാസ്കുലൈൻ എനർജി എന്ന് പറയാം. ഓക്കെ, അതുപോലെ കെയറിങ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതും ഒരുപാട് സ്നേഹം കൊടുക്കുന്നതും ആ ഒരു ഇതിനേക്കാണ് നമ്മളൊരു ഫാമിലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫെമിനൈൻ എനർജി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ മാസ്കുലൈൻ എനർജിയിലേക്ക് വരാനാണ്. ഇപ്പം നിങ്ങൾക്ക് ആവശ്യം ഇതാണ്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നുമല്ല, ലേഡീസ് ആണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങളോട് എപ്പോഴും ആ മാസ്കുലൈൻ ആയിട്ട് ഇരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ആവശ്യം കുറച്ചുകൂടി ആ ഒരു മാസ്കുലൈൻ ക്യാരക്ടർ കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, അതേപോലെ ജെൻസ് ആണെങ്കിൽ എനിവേ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ കുറേ കൂടി സ്ട്രോങ്ങർ ആവാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് പറഞ്ഞു ഓക്കെ, പേഷ്യൻസ് ഉണ്ട് ഇവിടെ, ക്ഷമ. ഓക്കെ, ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുക. ആക്ച്വലി ഇതും അത് തന്നെയാണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആണെന്ന് പറഞ്ഞു അല്ലേ, സ്ലോ മൂവ്മെൻ്റ് ആണ്, പക്ഷേ സ്റ്റഡിയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയിക്കൊണ്ടിരിക്കുക. സോ അതിനുള്ള പേഷ്യൻസ് വേണം, നിങ്ങൾക്ക് ക്ഷമ വേണം. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഒരു രാത്രി നേരം എടുക്കുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും മാറിയില്ല. ഓക്കെ, ഓരോ ദിവസമായിട്ട് നമ്മൾ ഇടേണ്ട എഫേർട്സ് ഉണ്ട്, അത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ഓക്കെ, അതിനുള്ള ക്ഷമ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരും, നിങ്ങൾക്ക് ഹെൽപ്പിന് കൂടെ ഉണ്ടാവും. ആൻഡ് വിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? വിൽ പവറാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെ നേടിയെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിക്ക് നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഓക്കെ, ആ ഒരു കുറച്ചൊക്കെ വാശി കൊണ്ടുവരാം. ഓക്കെ, അല്പം വീട്ടുകാരും തന്നെ ഇതാക്കും. ഓക്കെ, ബാലൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ എനിക്ക് വേറെ കാര്യം ഫീൽ ചെയ്ത്
നിങ്ങളോട് ഒരു ഫെമിനൈൻ മാസ്കുലൈൻ ബാലൻസ് കൊണ്ടുവരാം. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്ക് ഒരുപാട് മാസ്കുലൈൻ ആവണം എന്നുമല്ല, മറ്റേ എംപ്രസ്സിൽ ഞാൻ പറഞ്ഞു അത് ഒരു ഫെമിനൈൻ നേച്ചറാണ്. സോ രണ്ടിൻ്റെയും ഒരു ബാലൻസ് എപ്പോഴും വേണം നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ തന്നെ എല്ലാ കാര്യത്തിനെയും നിങ്ങളൊരു ബാലൻസിൽ വെക്കുക. ഒരുപാട് ഇമോഷണൽ ആവരുത്, ഓവർ പ്രാക്ടിക്കലും ആവരുത്, ഒരുപാട് വല്ലാതെ ശരിക്കും മാസ്കുലൈനെ പോലെ ആ ഒരു ഇതിലേക്കും പോകരുത്. രണ്ടും എപ്പോഴും ബാലൻസ് വേണം. ഇമോഷൻസും വേണം, നമുക്ക് പ്രാക്ടിക്കലും വേണം, രണ്ടും വേണം. ലൈഫിൽ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഒന്നിൽ കൂടുതൽ നമ്മൾ എന്താ പറയുക, ഒന്നിലേക്ക് മാത്രമായിട്ട് കൂടുതൽ ഇൻവോൾവ് ആയി പോകരുത്. ഓക്കെ, വേറെയും നമുക്ക് പലതും ചെയ്യാനുണ്ടാവും. സോ എല്ലാത്തിനെയും നമ്മൾ ബാലൻസിൽ കൊണ്ടുപോകണം. ലൈഫിൽ ജോലിയിൽ മാത്രമായിട്ട് ജോലി 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 എനിക്ക് പണം ഉണ്ടാക്കണം അങ്ങനെ മാത്രം ചിന്തിച്ച് നടക്കരുത്. ഫാമിലി വേണം, ഫ്രണ്ട്സ് വേണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, കുറച്ച് അങ്ങനത്തെ സമയം വേണം. ഓക്കെ, അതും വേണം. പക്ഷെ അത് മാത്രവും ആവാൻ പാടില്ല. അഗൈൻ ജോലി വേണം, ബാക്കി കാര്യങ്ങൾ വേണം. സോ അഗൈൻ എല്ലാത്തിൻ്റെയും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് അബണ്ടൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇതേ കാർഡാണ്, സെയിം കാർഡ്. ഓക്കെ, സെയിം കാർഡാണ് റിപ്പീറ്റ് വന്നിരിക്കുന്നത്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡോണ്ട് വറി. പക്ഷെ എന്താണ്, ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. ഓക്കെ, അത് നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഞാൻ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിനോട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനതാ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആക്ഷൻ എടുക്കുക, എന്നിട്ട് അത് ഫുള്ളി നമ്മൾ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്തിട്ട് കൈയും കെട്ടിയിരിക്കാനല്ല, കൈയും കെട്ടിയിരുന്ന് മെഡിറ്റേഷൻ മാത്രം ചെയ്തിരിക്കുക, പ്രാർത്ഥിച്ച് മാത്രം ഇരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞു, എനിക്ക് ഞാൻ നടുമുടി ഇത് പറഞ്ഞു പോകുന്നു, സെയിം തിങ് റിപ്പീറ്റ് വരുന്നു. നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യാം, നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവാം. ഫലം നിങ്ങൾ ആലോചിക്കേണ്ട, എന്താവും എന്നുള്ളത് ആലോചിക്കേണ്ട. ആരെന്ത് പറയും, എങ്ങനെയാവും, ഇതിന് ഞാൻ ചെയ്ത റിസൾട്ട് ഉണ്ടോ ആലോചിക്കരുത്. അത് യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കൂ. അതിനെയാണ് നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത്. ആ ഒരു റിസൾട്ടിനെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം. എനിക്ക് പെട്ടെന്ന് ഇമോഷണലായി പോയി ഞാൻ. സോ എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച്, ഓക്കെ ഞാനിത് ചെയ്യുന്നുണ്ട്, ഇതിന് ഞാൻ വേണ്ടത്ര എഫേർട്ട് ഞാനിടാം, എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്യാം, ബാക്കി കാര്യം നീ നോക്കിക്കോ എന്ന് പറയാം. ഓക്കെ, സോ മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. എനിക്കെന്തോ പിക്ചറിൽ കണ്ടപ്പോൾ ഇവിടെ കൈ നീട്ടി നിൽക്കുന്നുണ്ട്, കണ്ടോ, ഇവിടെ മേലൊരു ഡിവൈൻ പ്രസൻസ് ഇവിടുന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ യെസ്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിന് നിങ്ങളുടെ എഫേർട്ട് നമ്മൾ പ്യുവറായിരിക്കുക. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശ്രമിക്കുക, മാക്സിമം എഫേർട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, സോ ന്യൂ മൂൺ ഐ തിങ്ക് ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് നിങ്ങളിൽ. മെയിൻ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങളിൽ ഈ ഒരു ഇൻറ്റ്യൂഷനാണ് ഫസ്റ്റ്. ഓക്കെ, ഇത് മാറി ആക്ച്വലി ഇത് കഴിഞ്ഞ് ഇത് വന്നിട്ടുള്ള സക്സസിൻ്റെ കാർഡാണ്, ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. സക്സസ്സും മൂവ്മെൻറ്റും ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബ്ലോക്കേജസ് മാറും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ തടസ്സമായിരുന്ന കാര്യങ്ങൾ മാറാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ബട്ട് അതിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചേഞ്ചസ് വരണം, ആക്ഷൻസ് നിങ്ങൾ എടുക്കണം. ഓക്കെ, സോ എല്ലാവർക്കും വളരെ ഇനിയിപ്പോൾ നല്ല ദിവസം പറയുന്നില്ല. ഓക്കെ, ന്യൂ മൂണിൻ്റെ കുറച്ച് റെമഡീസ് നിങ്ങൾ ചെയ്തു നോക്കാം. ഞാൻ പറഞ്ഞ ഒരു ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങളുടെ എന്തൊക്കെയാണ് കഴിവുകൾ, ഓക്കെ അതൊന്ന് എഴുതി നോക്കാം. നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒന്ന് എഴുതി നോക്കൂ ഇന്നത്തെ ദിവസം. ഓക്കെ, ഇന്നത്തെ ഒരു ആക്ടിവിറ്റി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എനിവേ, ഗുഡ് നൈറ്റ്. താങ്ക് യു.